ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന ഒരു പ്രധാനപ്പെട്ട SSCയുടെ എക്സാം പാറ്റേണിലൊക്കെ വന്ന ഒരു പ്രധാനപ്പെട്ട ചേഞ്ചിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്ന കഴിഞ്ഞ ദിവസം വന്ന നമ്മുടെ SSCയുടെ സെലക്ഷൻ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനിലാണ് ഈ നടക്കാൻ പോകുന്ന എക്സാമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന അപ്ഡേറ്റ്, സെക്ഷണൽ ടൈം എന്നുള്ള ഒരു ചേഞ്ച് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റിയല്ലേ. അപ്പോൾ ഒരുപാട് പേർക്ക് അതിന് കൺഫ്യൂഷൻ ആണ്, എന്താണ് ഈ സെലക്ഷൻ പോസ്റ്റ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ യോഗ്യത, ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക, അങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് സെലക്ഷൻ പോസ്റ്റ് എന്നുള്ള ആദ്യം നമുക്ക് പറഞ്ഞു തരാം. സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നത് മറ്റ് കാറ്റഗറീസിൽ ഒന്നും ഉൾപ്പെടാത്ത, ഈ പറഞ്ഞ CGL ആണെങ്കിലും ഈ പറഞ്ഞ MDS ആണെങ്കിലും ഒന്നും കാറ്റഗറിയിൽ ഉൾപ്പെടാത്ത ഡിഫറെന്റ് ക്വാളിഫിക്കേഷൻസ് വരുന്ന അല്ലെ, പല ക്വാളിഫിക്കേഷൻസ് വരുന്ന, പല ഏജ് കാറ്റഗറി വരുന്ന, അല്ലെങ്കിൽ ചില സ്പെസിഫിക് ഗ്രാജുവേഷൻ ഒക്കെ മാത്രമുള്ളവർക്ക് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരുപാട് പോസ്റ്റുകൾ ഈ SSCയുടെ അണ്ടറിൽ വരുന്നുണ്ട് അല്ലെ, ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് പോസ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 350+ പോസ്റ്റുകൾ അല്ലെ, 350 380 മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഏകദേശം 350+ പോസ്റ്റുകളെല്ലാം കൂടി ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് അല്ലെ, ഒരു കൺസോൾട്ടേറ്റഡ് അല്ലെ, ഇത്രയും പോസ്റ്റുകൾ ഒരുമിച്ച് കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ SSCയുടെ സെലക്ഷൻ പോസ്റ്റുകൾ എന്ന് പറയുന്നത് അല്ലെ. ഏകദേശം ഇത്രയും പോസ്റ്റുകളായിട്ട് 3003 വേക്കൻസീസ് ആണ്, 3003 സംതിങ് വേക്കൻസീസ് ആണ് നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത്, നിലവിൽ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ പല ക്വാളിഫിക്കേഷൻസ്, ഈ 3003 വേക്കൻസി എന്ന് പറയുമ്പോൾ 350 പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഇതിന് ഓരോന്നിനും ഡിഫറെന്റ് ക്വാളിഫിക്കേഷൻസ് ആണ്. മെട്രിക്കുലേഷൻ ലെവൽ വരുന്ന പോസ്റ്റുകളുണ്ട്, അല്ലെങ്കിൽ +2 ലെവൽ ക്വാളിഫിക്കേഷൻ വരുന്ന ജോലികളുണ്ട്, ഗ്രാജുവേഷൻ ലെവൽ ക്വാളിഫിക്കേഷൻ വരുന്ന ജോലികളുണ്ട്. അതുപോലെ തന്നെ ചില സ്പെസിഫിക് സബ്ജക്ട്സിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് മാത്രം, ഈവൻ ലോ റിലേറ്റഡ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമായിട്ട് ലീഗൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ ജിയോളജി കംപ്ലീറ്റ് ചെയ്തവർക്ക്, അങ്ങനത്തെ ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഏകദേശം 350 + 380ഓളം പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറച്ച് ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പറയാം. നമുക്ക് അറിയുന്ന പോലെ നിലവിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, കാരണം വിൻഡോ ഓപ്പൺ ആണ്. ഏപ്രിൽ 13 മുതൽ നമ്മുടെ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അടുത്ത മാസം 4-ാം തീയതി വരെയാണ്, മെയ് 4 വരെയാണ് നിങ്ങൾക്ക് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, മെയ് 4 വരെയാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 4 ആണ്. ആൻഡ് ഒരു ദിവസം കൂടെ മെയ് 5 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പറയുന്ന പോലെ ഫീ പേയ്മെന്റ് ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ ഉള്ളൂ. ആൻഡ് 100 രൂപയാണ് കേട്ടോ, 100 രൂപയാണ് നിങ്ങൾക്ക് ഓൺലൈൻ ഫീ പേയ്മെന്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ആപ്ലിക്കേഷൻ അല്ലെ, വിൻഡോ കറക്ഷൻ വിൻഡോ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന പോലെ 11/5/2016 മുതൽ 13/5 മെയ് 13 വരെയാണ് നിങ്ങൾക്ക് എന്ത് ഓപ്പൺ ആയിരിക്കുക, കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കുക. അറിയില്ല, കറക്ഷൻ വിൻഡോയ്ക്ക് 500 രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫീസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഫസ്റ്റ് ടൈം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഡേറ്റാസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, എക്സാം ഏകദേശം നടക്കാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ജൂൺ 2026 ടെൻറ്റേറ്റീവ് ആണ്. എന്നാലും മോസ്റ്റ് പ്രോബബ്ലി ജൂണിൽ തന്നെ നടക്കാനാണ് നിലവിലത്തെ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ചാൻസ് എന്ന് പറയുന്നത് ജൂണിൽ നടക്കാൻ തന്നെയാണ് കേട്ടോ. ജൂണിൽ എക്സാം നടക്കാൻ തന്നെയാണ് ചാൻസ്. അപ്പോൾ നമ്മൾ ഈ വർഷം ഈ ഏപ്രിൽ മാസത്തോടു കൂടി, അല്ലെങ്കിൽ കഴിഞ്ഞ മാർച്ച് അവസാനത്തോടു കൂടി നമ്മൾ വരും എന്ന് എക്സ്പെക്ട് ചെയ്തതാണ് ഈ പറയുന്ന പോലെ സെലക്ഷൻ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ CGL സെലക്ഷൻ പോസ്റ്റൊക്കെ ഒരുമിച്ച് വരും എന്നായിരുന്നു നമ്മളുടെ ഒരു എക്സ്പെക്ടേഷൻ. അപ്പോൾ ഓൾറെഡി എന്ത് വന്നിട്ടുണ്ട്, സെലക്ഷൻ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അധികം താമസിക്കാൻ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, CGLന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, പല പോസ്റ്റുകൾക്കും ഇതിൽ വന്നിരിക്കുന്ന ഓരോ പോസ്റ്റുകൾക്കും ഓരോ ക്വാളിഫിക്കേഷനും ഓരോ ഏജ് ഗ്രൂപ്പും ആയിരിക്കും, ഓരോ ഏജ് ലിമിറ്റും ആയിരിക്കും. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന ഓരോ പോസ്റ്റുകൾക്കും സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏജ് ലിമിറ്റ് എത്രത്തോളം ആണ് എന്ന് നോക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ടുള്ളൂ. ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഓരോ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ ഓരോന്നിലും പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എത്രയാണെന്നുള്ളത് 18, 25, അതുപോലെ എത്രയാണ് 18 മുതൽ 27, 18, 28, അതുപോലെ ലോവർ ഏജ് ലിമിറ്റ് മാറുന്നുണ്ട്, 20, 25, 20, 30, 22, 23 വരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ മിനിമം ഏജ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ പല ഏജ് കാറ്റഗറി വരുന്നതുകൊണ്ട് തന്നെ ഓരോ സീരിയൽ നമ്പർ നോക്കിയിട്ട് അത് എങ്ങനെയാണ് ഏജ് ലിമിറ്റ് ഓരോ പോസ്റ്റിന്റെയും കേസിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിരിക്കണം. അതിനകത്ത് യാതൊരു കോംപ്രമൈസും ഉണ്ടാകാനായിട്ട് പാടില്ല. അത് നല്ല രീതിയിൽ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും ഒക്കെ നല്ല രീതിയിൽ നോക്കിയിട്ട് തന്നെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ, നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. നമുക്കറിയാം 1/1/2026 വയസ്സൊക്കെയാണ് പല കേസിലൂടെ നോക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്തേക്കാം, നോട്ട് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ പോവുക. അതുപോലെ നമുക്ക് ഏജ് റിലാക്സേഷൻ വരുന്നുണ്ടോ, ഓഫ് കോഴ്സ് വരുന്നുണ്ട്. മറ്റെല്ലാ എക്സാമുകളിലെയും പോലെ തന്നെയാണ്. SC/ST കാറ്റഗറി ആണെങ്കിൽ 5 വർഷവും, OBC കാറ്റഗറി ആണെങ്കിൽ 3 വർഷവും, അതുപോലെ PWD നമ്മുടെ ഡിസബിലിറ്റി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 10 വർഷവും, അതുപോലെ എന്താണ് PWD കാറ്റഗറിയിൽ തന്നെ 13 വർഷവും 15 എന്താണ് അവിടെ ഈ പറയുന്ന പോലെ ഏജ് റിലാക്സേഷൻ എത്ര വരുന്നുണ്ട്, 13 വയസ്സും 15 വയസ്സുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിലാക്സേഷൻ വരുന്നുണ്ട്. എക്സ് സർവീസ്മെന്റെയും കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നുണ്ട്. അപ്പൊ റിലാക്സേഷൻ ഒക്കെ മറ്റേ എക്സാമ്പിൾ പോലെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, വലിയ ചേഞ്ച് ഒന്നുമില്ല. അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക,
അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എക്സാം സെന്റേഴ്സ് നമുക്കറിയാം ഇതിനകത്ത് ഒരു ഫസ്റ്റ് ലെവൽ എക്സാം മാത്രമാണ് വരുന്നത്. പിന്നീട് നമുക്ക് അപ്പൊ ഇതിന്റെ ഒരു എക്സാം പാറ്റേൺ ഫസ്റ്റ് നമുക്ക് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. അതിനുശേഷം ചില ജോബുകളിൽ അഡീഷണൽ സ്കിൽസ് എന്ത് ചെയ്യുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ടൈപ്പിംഗ് ഒക്കെ പോലെയുള്ള അഡീഷണൽ സ്കില്ല് വരുന്നുണ്ട്. സോ അത്തരത്തിലുള്ള സ്കിൽ ടെസ്റ്റുകൾ ആവശ്യമായിട്ടുള്ള പോസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് എന്ത് വരും, സെപ്പറേറ്റ് ആയിട്ട് സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് സ്കിൽ ബേസ്ഡ് ടെസ്റ്റുകൾ എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ എന്തിലേക്ക് പോകും, ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലേക്കാണ് പോകുന്നത് അല്ലെ. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിട്ടായിരിക്കും നടക്കുക. അതിന്റെ എക്സാം സെന്റേഴ്സ് പറയുന്നതിനകത്ത് നമുക്കറിയാം നമ്മുടെ റീജിയണൽ കർണാടക കേരള റീജിയൻ നോക്കുമ്പോൾ കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, ട്രിവാൻഡ്രം, എറണാകുളം ഒക്കെ നമുക്ക് വരുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം ടെന്റേറ്റീവ് ആണ്. നമ്മൾ അപ്ലൈ ചെയ്തു എന്ന് വെച്ചിട്ട് നമുക്ക് കേരളത്തിൽ തന്നെ എക്സാം സെന്റർ അല്ലെങ്കിൽ ഇവിടെ തന്നെ വരണം എന്നുള്ളത് കമ്പൽസറി ആയിട്ട് അവിടെ പറയുന്നില്ല. ടെന്റേറ്റീവ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്തേക്കാം, ഒന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് ഏത് റീജിയനിലേക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, ഏത് റീജിയനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ എക്സാം സിറ്റി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് പ്രിഫറൻസ് കൊടുക്കാനായിട്ടും പറ്റും. ഒരു 3 എക്സാം സിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാം, പ്രിഫറൻസ് കൊടുക്കാനായിട്ടും പറ്റും. അത് പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാനായിട്ടും പറ്റില്ല. സോ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ തന്നെ ശ്രദ്ധിച്ച് അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിഫറൻസ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ എക്സാമിനേഷൻ സ്കീമിന്റെ കാര്യം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഈ പറയുന്ന പോലെ സെലക്ഷൻ പോസ്റ്റ് എക്സാം എന്ന് പറയുന്നത് പലപ്പോഴും SSCയുടെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഒരു പരീക്ഷണശാലയാണ്. എപ്പോഴും പൊതുവെ ഈ പുതിയ ചേഞ്ചസ് എല്ലാം SSC ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത് ഈ പറയുന്ന സെലക്ഷൻ പോസ്റ്റുകളുടെ എക്സാമിനാണ്. ഫോർ എക്സാമ്പിൾ ഈ കഴിഞ്ഞ SSCയുടെ നമ്മുടെ എന്താണ് സെലക്ഷൻ പോസ്റ്റുകളുടെ എക്സാമിലാണ് നമ്മുടെ എഡ്യൂക്കേറ്റീവ് പാറ്റേൺ, നമ്മുടെ വെൻഡറിന്റെ ചേഞ്ച് ചെയ്യുന്ന എന്താണ് കഴിഞ്ഞ SSC സെലക്ഷൻ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എക്സാമിലാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ വരാൻ പോകുന്ന അല്ലെ ഇപ്പൊ ഈ ഒരു എക്സാമിലേക്ക് അവർ എന്ത് ഇൻട്രൊഡ്യൂസ് ഉണ്ട്, സെക്ഷണൽ ടൈമിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നടക്കാൻ പോകുന്ന എക്സാമിലേക്ക് നടക്കാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ള ചർച്ചകളൊക്കെ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കാരണം ഓൾറെഡി ലാസ്റ്റ് നടന്ന CPO എക്സാമിന്റെ കേസ് നമ്മൾ പറഞ്ഞിരുന്നു. CPO എക്സാമിൽ ഓൾറെഡി അവർ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു, സെക്ഷണൽ ടൈമർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. പക്ഷെ അവിടെ വന്നൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് അവിടെ മാത്സ് അടക്കമുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ എന്താണ് ക്വസ്റ്റ്യന്റെ ഡിഫിക്കൽട്ടി ലെവലിൽ ചെറിയൊരു ഇടിവുണ്ടായി. കുറച്ചും കൂടെ നമുക്ക് പഠിക്കുന്നവർക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി. ആൻഡ് ഓഫ് കോഴ്സ് കട്ട് ഓഫിലും അതിന്റെ ചേഞ്ചസ് ഉണ്ടായിരുന്നു. സോ അതിൽ നമുക്കൊരു തീർത്തൊരു കാര്യം പറയാനായിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും വരുന്നൊരു ഓപ്പോസിറ്റ് കാര്യം എന്ന് പറയുന്നത് ഇത് ആക്ച്വലി എന്താണ്, ഒരു മെറിറ്റ് സ്റ്റേജ് ആണല്ലേ. ഇപ്പൊ CGLന്റെ കേസ് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ സെപ്പറേറ്റ് സ്റ്റേജ് ഒന്നുമില്ല. നമ്മുടെ ഈ CBA എക്സാം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഒരു മെറിറ്റ് സ്റ്റേജ് ആണ്. അതുകൊണ്ട് ആയിരിക്കും ചിലപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതൽ നോട്ടിഫിക്കേഷൻസ് എന്ത് ചെയ്യണം, വരണം. അതുവരെ നമ്മൾ ഈ പറഞ്ഞിട്ട് വരാനും വരാതിരിക്കാനുള്ള സാധ്യത, വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന്റെ ഒരു ട്രയലായിട്ടാണ് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. എങ്കിലും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, എന്തായാലും ഇതിനുള്ളൊരു സാധ്യത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും തെള്ളി കളയാനായിട്ട് പറ്റില്ല. ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം എപ്പോഴും നിങ്ങൾ എന്ത് വേണം, നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. സെക്ഷണൽ ടൈമിംഗ് എന്താണെന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട. ദെൻ ഞാൻ പറഞ്ഞല്ലോ ഇത്തരത്തിൽ ഒരുപാട് പോസ്റ്റുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാ പോസ്റ്റുകളെ കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. നിങ്ങൾ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് ഇതിനകത്ത് നമുക്ക് ഇവരുടെ അനക്ഷർ 13 ആണ് കേട്ടോ. അനക്ഷർ 13 ജോബിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് എന്താണെന്നുള്ളതൊക്കെ ഓരോ കാറ്റഗറിയിലും ഹയർ സെക്കൻഡറി ലെവൽ എക്സാംസ് ഏതാണ്, അതുപോലെ ഗ്രാജുവേറ്റ് ലെവൽ ഏതൊക്കെയാണെന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ഓരോ കാറ്റഗറിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരൊറ്റ നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് എല്ലാ എക്സാമിനും കൂടെ നിങ്ങൾ ഒറ്റ തവണ അപ്ലൈ ചെയ്താൽ മതി എന്ന് വിചാരിക്കരുത്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, നിങ്ങളിപ്പോൾ +2 ലെവൽ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഗ്രാജുവേറ്റിലും അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് നിങ്ങൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ എക്സാംസ് എഴുതാൻ പറ്റുമോ? ഓഫ് കോഴ്സ് എഴുതാനായിട്ട് പറ്റും. +2 ലെവലും ഡിഗ്രി ലെവലും ഒരുമിച്ച് എഴുതാൻ പറ്റുമോ? ഓഫ് കോഴ്സ് എഴുതാനായിട്ട് പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം, അത്തരം കോമൺ കാൻഡിഡേറ്റ്സ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ +2 ലെവലിലേക്ക് വരുന്നത് ഒരുമിച്ച് എല്ലാ എക്സാമും കൂടെ ചിലപ്പോൾ ഒറ്റ ഹാൾ ടിക്കറ്റ് ആയിരിക്കും വരിക. ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസിനെല്ലാം കൂടെ ഒറ്റ ഹാൾ ടിക്കറ്റ് ആയിരിക്കും വരിക. പക്ഷെ മൾട്ടിപ്പിൾ സബ്ജക്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അത് ക്വാളിഫിക്കേഷൻ നോക്കിയതിന് ശേഷം ചെയ്യുക. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഒറ്റ പോസ്റ്റിന് അപ്ലൈ ചെയ്തെന്ന് വെച്ചാൽ എല്ലാം എഴുതാൻ പറ്റണമെന്നില്ല. നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടും വരും. ഓക്കെ, അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു URL നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓരോ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് സെപ്പറേറ്റ് ആയിട്ട് അറിയാൻ പറ്റും. അതുപോലെ റീജിയണൽ വേസ് ഏതൊക്കെ വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഇപ്പൊ കേരള കർണാടക റീജിയൻ നോക്കണം എന്നുണ്ടെങ്കിൽ അവിടെ റീജിയൻ കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേരള കർണാടക റീജിയനിൽ മാത്രം റിപ്പോർട്ട് ചെയ്ത പോസ്റ്റുകൾ ഏതൊക്കെയാണ്, വേക്കൻസീസ് എത്രയൊക്കെയാണെന്നുള്ള അറിയാനായിട്ട് പറ്റും. സോ എല്ലാ പോസ്റ്റുകളെ കുറിച്ച് ഞാൻ അവിടെ പറയുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഓരോന്നിനും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സെലക്ഷൻ പോസ്റ്റിനെ കുറിച്ച് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ ഇനി നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട എക്സാം അല്ലെങ്കിൽ ഈ വർഷത്തെ എക്സാമിൽ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നമുക്ക് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട SSC എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഇന്റഗ്രേറ്റഡ് SSC ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. CGL, CHSL, NDS, CPO, GD എക്സാംസിനെല്ലാം വേണ്ടിയിട്ട് കമ്പൈൻ ആയിട്ട് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇന്റഗ്രേറ്റഡ് ബാച്ചാണ് നമ്മുടെ SSCയുടെ ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറയുന്നത്. സോ നല്ല ട്രാക്ഡ് ആയിട്ട് ഡെയിലി സ്റ്റഡി പ്ലാന്റെ ബേസിസിൽ റെഗുലർ ബേസിൽ റിവിഷൻ കണ്ടക്ട് ചെയ്ത്
മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ട് വരാൻ പോകുന്ന വർഷം നമ്മുടെ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ആസ്പെറന്റ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചാണ് നമ്മുടെ SSCയുടെ ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി സ്ക്രോൾ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് അഡ്മിഷൻസ് ഉറപ്പുവരുത്തുക. നമുക്ക് വരാൻ പോകുന്ന എക്സാംസിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും ക്ലാസ്സുകളൊക്കെ കിട്ടുന്നതിന് വേണ്ടി ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ടിൽ ദെൻ, ഓൾ ദ ബെസ്റ്റ്.